കുറച്ച് നാൾ മുമ്പ് ഞാൻ ഇതുപോലൊരു വീഡിയോ ഇട്ടായിരുന്നു. ചക്ക പറിച്ചതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് അത് വെയിലത്ത് നന്നായിട്ട് ഉണക്കിയിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ചക്ക പൊടിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഇതുപോലെ ഉണക്കി വെച്ചത്. പിന്നെ ഇടയ്ക്ക് വെച്ച് ഈ ചക്ക പൊടിച്ചിട്ട് ഞാൻ കുമ്പിളപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ പൊടി കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും മിക്സിയുടെ ജാറിലിട്ട് ഞാൻ ചക്ക നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഇടഞ്ഞെടുക്കണം. അത്യാവശ്യം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എന്നാലും നമ്മൾ മില്ലിലൊക്കെ കൊണ്ടുപോയി പൊടിപ്പിക്കുന്ന അത്രയും സോഫ്റ്റ് ആയിട്ട് ഇത് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കൊന്ന് ഇടഞ്ഞെടുത്തേ പറ്റത്തുള്ളൂ. ഇനി 1 ഗ്ലാസ് ചക്കപ്പൊടി, 1 ഗ്ലാസ് മൈദാമാവ്, 1/4 സ്പൂൺ സോഡാപ്പൊടി, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, അല്പം ഉപ്പ്, ഇത്രയും കൂടെ 2-3 തവണ നന്നായിട്ടൊന്ന് അരിച്ച് അതൊന്ന് മാറ്റി വെക്കാം. ഇനി നല്ല കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 1 ഗ്ലാസ് പഞ്ചസാര അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് പഞ്ചസാര അലിഞ്ഞ് കഴിയുമ്പം അതിനകത്തോട്ട് 1/2 ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ അതിലോട്ട് ചേർത്ത് കൊടുക്കണം. അതും നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് കിസ്മിസോ അണ്ടിപ്പരിപ്പോ ബദാമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കുക. ഞാനിപ്പം അണ്ടിപ്പരിപ്പ്, കറുത്ത മുന്തിരി, കുറച്ച് വെളുത്ത എള്ള് ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് 2 മുട്ട, 1/2 ഗ്ലാസ് പഞ്ചസാര, 1 സ്പൂൺ വാനില എസൻസ് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ച് ഈ പഞ്ചസാരക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കേക്കിൻ്റെ ബാറ്റർ നമുക്ക് തയ്യാറാക്കാം. ഇനി കേക്ക് ടിന്നിലോട്ട് ഈ ബാറ്റർ ഒഴിച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകൾ വശമൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് എള്ള് അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്കപ്പൊടി കേക്ക് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചക്കയുടെ യാതൊരു മണവും ഈ കേക്കിനില്ല കേട്ടോ. സാധാ ഒരു പ്ലം കേക്കിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ തന്നെ ആയിരുന്നു. ചക്കയുടെ ഒരു മണവും ഇല്ല. ആരും കഴിച്ചിട്ട് പറയത്തില്ല ഇത് ചക്കപ്പൊടി കൊണ്ടുണ്ടാക്കിയ കേക്കാണെന്ന്. അങ്ങനെ എന്തായാലും നമ്മുടെ ചക്ക കേക്ക് സക്സസ് ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ടല്ലോ, കഴിക്കാനും നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നേ. അന്നേരം ചക്കപ്പൊടി കൊണ്ട് പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.